സ്വന്തം നാടായിരുന്നിട്ട് ഇവിടെ വന്നൊന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ കുറച്ച് നാളായി പറ്റിയിരുന്നില്ല. ജോലി തിരക്കും പിന്നെ ചാർലി എന്ന CD100 എടുത്ത അന്ന് തൊട്ട് ഇടവിട്ട് കിട്ടുന്ന മുട്ടമണികളും കാരണമായിരുന്നു. പിന്നെ ഞാനും ടോമിയും മെല്ലെ കിരീടം പാലത്തിലേക്ക് എത്തി. ഇവിടെ അദാനി പ്രോജക്റ്റ് വർക്ക് നടക്കുന്നതുകൊണ്ട് കായലിലേക്ക് പ്രവേശനം നെഹിയും. ടോമി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് നീ എന്നെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു പോക്കർത്തരങ്ങൾക്ക് ഞാൻ ഇനി കൂട്ടു നിൽക്കില്ല. നീ അമ്മയുടെ അടുത്ത് നിന്റെ എല്ലാ സീക്രട്സ് പറഞ്ഞും കൊടുക്കും. നീയെ ഞാൻ മേടിച്ചത് 2020-ലാണ്. ബജാജ് ഡോമിനോറിന്റെ അവസാനത്തെ BS4 എഡീഷനുമാണ്. ഇവിടെ സ്റ്റോക്ക് ചെയിൻ വരുന്നത് 15T45T ആണ്. എന്നാൽ ഞാൻ ഇവന് കൊടുത്തിരിക്കുന്നത് 14T45T ആണ്. സോ നല്ല മ്യാരക റോക്കറ്റ് പവറാണ്. പക്ഷെ മൈലേജ് വളരെ കുറവായിരിക്കും. എൻ്റെ ഫേവറേറ്റ് നാടൻ ട്രഡീഷണൽ ചായക്കടയിലേക്ക് വിട്ടു ഞാനും ഇവനും. പുറത്തിറങ്ങിയ ചായയും കടിയും കഴിച്ചില്ലല്ലേ എനിക്ക് എന്തോ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എത്തേണ്ട താമസം ആൻറ്റി നല്ല സ്ട്രോങ് ചായ അടിച്ച് കയ്യിൽ തന്നു. ത്തിരിക്കുന്ന പഴംപൊരി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ പിന്നെ ഞാൻ വെറുതെ വിടുമോ? കൊള്ളാം, നല്ല ആളോടാ. വീണ്ടും തുടങ്ങി ചായക്കൊതി. അങ്ങനെ ഒരു ചായ കൂടി പറഞ്ഞു. കേൾക്കേണ്ട താമസം ആൻറ്റി ചായ അടി തുടങ്ങി. ഒരു പ്രകൃതിയുടെ നടുവിൽ ചായ കൂടി, അതൊരു ഭാഗ്യം തന്നെയാണ്. നേരെ മുടിവെട്ടാൻ പോയി. ഒടുക്കത്തെ തിരക്കായിരുന്നു. മുള്ളറ്റ് കട്ടാണ് ഇത്തവണത്തെ എൻ്റെ പരിപാടി. ബായ് പണിതെല്ലാം സെറ്റാക്കി തന്നു. വരുന്നത് കാരക്കമണ്ഡപം ശിവ ടെമ്പിളിന്റെ അടുത്തായിട്ടാണ്. കടയിൽ നിന്ന് ഇറങ്ങാൻ നേരം പാഴ്സൽ വാങ്ങിച്ച 2 ഉള്ളിവട സുനിയമ്മയ്ക്ക് കൊടുത്തു. അമ്മ കിടന്നുകൊണ്ട് തന്നെ അത് കഴിക്കാനും തുടങ്ങി. ശുഭം.